ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MG ഹെക്ടറിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതാണ് നമുക്കിന്ന് റിപ്പയറിന് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്നതല്ല, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അതിനുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ല. അപ്പം ഈ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ നമുക്ക് അറിയാവുന്ന ഒരാളും ഈ ഒരു സാധനം വാങ്ങുന്നതിന് നല്ലൊരു പ്രൈസാണ് കമ്പനിയിൽ പറഞ്ഞത്. അപ്പോൾ അതിന് പ്രകാരം പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് റെഡിയാക്കി തരണം, എത്ര സമയം എടുത്താലും പ്രശ്നമില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമുക്കിത് തന്നത്. അതുകൊണ്ട് നമ്മളും ഇത് കൈ കിട്ടിയിട്ട് തന്നെ ഇപ്പോൾ 2-3 ആഴ്ചയ്ക്ക് മുകളിലായി. നമുക്കിത് നോക്കാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് നമ്മളിത് നോക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ പവർ ഓൺ ചെയ്തു. ഞാൻ ഓൾറെഡി കണക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പവർ ഓൺ ചെയ്തു. ഇതിനകത്ത് യാതൊരു ഇൻഡിക്കേഷനും ഇല്ല. ഇതിപ്പം ഓൺ ആവുന്നില്ല, ടോട്ടലി ഡെഡ് ആയ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. റിപ്പയർ ചെയ്തതിന് ശേഷമുള്ള ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ MGയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഇത് ഇളക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു PCB ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആമ്പും എല്ലാം വരുന്നൊരു ടൈപ്പ് PCB ആണ്. ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് പറയാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ അതേ മാനുഫാക്ചറിങ് ക്വാളിറ്റിയിലാണ് ഈ ആമ്പ് ഉള്ളത്. അപ്പം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഓണായി. ഇനി ഒരു ദിവസം നമ്മളിത് പ്രോപ്പറായിട്ട് ഓൺ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമ്മളിത് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടലി ഓണായി വന്നിട്ടുണ്ട്. നമ്മുടെ ടച്ച് എല്ലാം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. ഇതേപോലുള്ള വീഡിയോകൾ ഇനി കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.